അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് ഒരു പൈസേനെ ബേസ് ചെയ്തിട്ടാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പൈസേനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1950 ഈ അണകളൊക്കെ നിർത്തലാക്കിയതിന് ശേഷം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോയിൻസ് നിർത്തലാക്കിയതിന് ശേഷം പ്രിൻ്റ് ചെയ്തിട്ടുള്ള 1950 തൊട്ടിട്ട് 55 വരെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു പൈസേനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പൈസയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുതിരയുടെ സിമ്പൽ കാണാം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് 1 പൈസ എന്ന് എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ 1 പൈസ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കുതിരയുടെ സിമ്പൽ എന്ന് പറയുന്നത് വികസനത്തിനും പുരോഗതിനും അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങനെയുള്ളൊരു സിമ്പൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശോക സ്തംഭം കാണാം, അതേപോലെ തന്നെ അതിൻ്റെ കീഴെ ഒരു സ്റ്റാർ സിമ്പൽ കാണാം, അതേപോലത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യ കോയിൻസ് പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അശോക സ്തംഭം കാണാവുന്നതാണ്. പിന്നെ ഈ കോയിൻസിൽ ഈ സ്റ്റാറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഹൈദരാബാദിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കോയിൻസിനാണ് ഈ സ്റ്റാർ സിമ്പിൾ വരുന്നത്. മുംബൈയിൽ പ്രിൻ്റ് ചെയ്യുന്ന കോയിൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് സിമ്പിളാണ് വരുന്നത്. കൽക്കട്ടയിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കോയിൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സിമ്പിളുകൾ ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ അശോക സ്തംഭത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കീഴെ കാളയുടെയും അതേപോലെ തന്നെ കുതിരയുടെയും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെൻറ്ററിൽ അശോക ചക്രം ഉണ്ടായിരിക്കും. പിന്നെ സിംഹത്തിൻ്റെയാണ് സിമ്പിൾ വരുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോയിനാണ്. 1950 തൊട്ടിട്ട് 55 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രൗൺസ് ആണ്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോയിനാണെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ബ്രൗൺസിലാണ്. അപ്പോൾ റിപ്പബ്ലിക്കിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള ഒരു പൈസയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.